കൊഴിഞ്ഞു പോയ ഓരോ മുടിയും കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു വളരാനും വളർന്ന് നിൽക്കുന്ന മുടി നല്ല ലെങ്തി ആയിട്ട് വളർന്നു വരാനും ഉള്ളോടുകൂടി നല്ലപോലെ മുടിക്ക് തിക്നെസ് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോണത്. ഇത് നമ്മൾ ഒരു തവണ ഉണ്ടാക്കി ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 6 മാസം വരെ കേടുവരാതെ ഇത് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ നാട്ടിലല്ലാതെ പുറത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ കൂടി ഇത് ഉണ്ടാക്കിയെടുത്ത് ഇതേപോലെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കറക്റ്റ് 1 മാസം ഇത് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു ചേഞ്ചസ് നിങ്ങളുടെ മുടിയിൽ തരാൻ കഴിവുള്ള അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ളൊരു ഒറ്റമൂലിയാണ്. അതേപോലെ തന്നെ ഈ ഒരു ഹെയർ പാക്ക് നാച്ചുറൽ ഷാമ്പു ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഷാമ്പുവിന് പകരം നാച്ചുറൽ ഷാമ്പു ആയിട്ട് എല്ലാ ഹെയർ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാനും പറ്റും. ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മുടെ മുടി നല്ലതുപോലെ ഷൈനിങ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഇങ്ങനെ തിളങ്ങുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ മുടിയിൽ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ നമുക്ക് ഒട്ടും താമസിക്കാതെ കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അതിനായിട്ട് ഇന്ന് ഞാനിവിടെ ആദ്യം എടുക്കണത് നമ്മുടെ ചെറുപയറാണ് കേട്ടോ. ചെറുപയർ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ചെറുപയർ പൊടി നമ്മുടെ മുടി കഴുകാനായിട്ട് ഷാമ്പൂവിന് പകരം യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇത് നമ്മുടെ സ്കാൽപ്പ് നല്ലതുപോലെ ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് തരാനും നമ്മുടെ മുടിയെ നല്ലതുപോലെ സ്ട്രോങ് ആക്കി മാറ്റാനും മുടി കൊഴിച്ചിൽ മാറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ് നമ്മുടെ ചെറുപയർ പൊടി. അപ്പോൾ ഞാൻ ഇന്ന് 200 ഗ്രാം അളവിലാണ് ചെറുപയർ എടുത്തിരിക്കുന്നത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു അളവ് പാത്രം, കുഞ്ഞൊരളവ് പാത്രം നിങ്ങൾ എടുത്തിട്ട് കറക്റ്റായിട്ട് അതിനനുസരിച്ച് അളന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 200 ഗ്രാം ഞാൻ ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഉലുവയാണ് കേട്ടോ. നമ്മുടെ സ്കാൽപ്പ് നല്ലതുപോലെ വീക്കാവുമ്പോഴാണ് നമുക്ക് ഹെയർ ലോസ് വരുന്നത്. അങ്ങനെ നമ്മുടെ സ്കാൽപ്പിനെ വീക്കാവാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഉലുവയ്ക്ക് ഉണ്ട് കേട്ടോ. ഉലുവ നിങ്ങൾ ഉപയോഗിക്കാത്തവരാണ് അല്ലെങ്കിൽ ഉലുവ വെച്ചിട്ടുള്ള ഹെയർ കെയർ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളിത് മിസ് ചെയ്യുന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത്രമാത്രം റിസൾട്ടാണ് നമ്മുടെ മുടിക്ക് തരിക. നമ്മുടെ കൊഴിഞ്ഞുപോയ സ്ഥാനത്തൊക്കെ പുതിയ മുടികൾ കിളിർത്ത് വളരാനും ഹെൽത്തി ആയിട്ടും സ്ട്രോങ് ആയിട്ടൊക്കെ മുടി വളരാനും നമ്മുടെ തലയിലെ ഡാൻഡ്രഫിനെയൊക്കെ നല്ലതുപോലെ ക്ലിയറാക്കി നമ്മുടെ മുടിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഷൈനിങ് തരാൻ വേണ്ടിയിട്ട് ഉലുവയുടെ റിസൾട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അത്രമാത്രം എഫക്റ്റീവാണ് ഉലുവ. അപ്പോൾ ഉലുവ ഞാൻ 100 ഗ്രാമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ ചെറുപയർ പൊടി 200 ഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉലുവ എടുക്കേണ്ടത് 100 ഗ്രാമാണ്. നമ്മുടെ അളവ് പാത്രത്തിൽ പാതി അങ്ങനെ നിങ്ങൾ കണക്ക് വെച്ചാൽ മതി കേട്ടോ. ഇനി ഞാൻ മൂന്നാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത് നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പില ഉണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുടിക്ക് പെട്ടെന്ന് ലെങ്ത്ത് വെക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് ഗ്രേ ഹെയറിൻ്റെ പ്രശ്നമുണ്ട്, മുടി നരച്ച് തുടങ്ങുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറിവേപ്പില നമ്മുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ മുടിക്ക് നേച്ചുറലായിട്ടുള്ളൊരു കറുപ്പ് നിറത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില ദി ബെസ്റ്റാണ്. കറിവേപ്പിലയുടെ ഗുണങ്ങളും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളിയാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഇനി ഞാൻ ആദ്യം ഒരു പാത്രത്തിലോട്ട് നമ്മൾ വെള്ളം ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യരുത് കേട്ടോ. വെറുതെ ഒരു ഫ്രൈ പാൻ വെച്ച് അതിലോട്ട് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താലും മതി. പക്ഷേ നമുക്ക് എല്ലാവർക്കും സമയമില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് കാണിക്കണത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. കാരണം നമ്മുടെ പച്ച ഇലയാണല്ലോ, അത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ നനവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കരിച്ച് മുരിച്ചെടുക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് നമ്മുടെ കറിവേപ്പിലയുടെ കളറ് മാറുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റൂ കേട്ടോ. ഈ ഒരു പാകമാണ് കറക്റ്റ്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ മുമ്പ് എടുത്ത് വെച്ച നമ്മുടെ ഉലുവയും നമ്മുടെ ചെറുപയറും ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇതും നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. വീണ്ടും ഞാൻ പറയണം, കരിച്ച് മുരിച്ചെടുക്കരുത്, ജസ്റ്റ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഫൈനായിട്ട് പൗഡറായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പരുവം നിങ്ങൾക്ക് കാണിക്കണത്. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് വരും, നമ്മുടെ ചെറുപയറും ഉലുവടയൊക്കെ ഒന്ന് കളറ് നിറം മാറും. ആ ഒരു സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ചൂടാറിക്കഴിയുമ്പോൾ ഇത് മൂന്നും പാടെ നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല ഫൈൻ പൗഡറായിട്ട് അരച്ചെടുക്കുക. നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല കേട്ടോ. ഞാനിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് അമ്മ അപ്പുറത്തുണ്ട്. അമ്മ ഇതെന്താ മണം, നല്ല മണമാണല്ലോ എന്നാണ് കേട്ടോ എൻ്റെ അടുത്ത് ചോദിച്ചത്.
അത്രമാത്രം നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും കേട്ടോ. കഴിച്ചാലും പ്രശ്നമില്ല, ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് അങ്ങനെയാണ്. നമുക്കിത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, കുടിക്കാനും നല്ലതാണ് കേട്ടോ. നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്രയ്ക്കും ഗുണമാണ്, അത്രയ്ക്കും ഹെൽത്തിയുമാണ്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ഈ ഒരു പൗഡർ ഇതേപോലെ ഒരു ചില്ല് കുപ്പിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോട്ടിലോ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 6 മാസം വരെ ഇത് നമുക്ക് കേടുവരാതെ ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു അളവ് മാത്രം, കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തന്ന അളവിൽ നിങ്ങളൊരു അളവ് മാത്രം വെച്ചിട്ട് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാം. ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ 3 തവണ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഷാമ്പൂവിന് പകരമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് ജസ്റ്റ് നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് മുടിയിൽ അപ്ലൈ ചെയ്ത് ഷാമ്പു ഇട്ട് കഴുകുന്നതിന് പകരം ഈ ഒരു പാക്ക് ഇട്ട് നിങ്ങൾ നല്ലപോലെ സ്കാൽപ്പും മുടിയും കഴുകിയെടുത്താൽ മതി. നിങ്ങൾ ആഴ്ചയിൽ 1 വട്ടമെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് ഷാമ്പൂവിന് പകരം യൂസ് ചെയ്യുക. അല്ലാത്ത തവണയൊക്കെ നിങ്ങൾ നല്ലപോലെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഈ ഒരു പാക്ക് ഇട്ട് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പു വെച്ച് ഹെയർ വാഷ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ച പൗഡറിൽ നിന്ന് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഞ്ഞിവെള്ളമോ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ സാധാ നമ്മുടെ പച്ചവെള്ളം ഒഴിച്ചോ നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചാണ് കേട്ടോ ഇത് മിക്സ് ചെയ്യണത്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഞാനിത് വെയിറ്റ് ചെയ്യണില്ല, അപ്പം തന്നെ ഹെയർ വാഷ് ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യണതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ കറക്റ്റ് 1 മാസം ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അടിപൊളി റിസൾട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ മുടിയുടെ 3 മടങ്ങ് മുടി നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡി നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 മണിക്കൂർ മുമ്പ് തന്നെ ഈ പൗഡർ ഇതേപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളൊരു തുണി ഉപയോഗിച്ച് അരിച്ചെടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഉണ്ടല്ലോ നല്ല ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളിത് മിസ് ചെയ്യരുത്. കാരണം അത്രയ്ക്കും ഒരു തവണ നമ്മൾ എഫേർട്ട് ഇട്ടാൽ മതി. പിന്നെ നമുക്ക് 6 മാസത്തേക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. 6 മാസം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് ഇട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്ത് വന്നപ്പോഴുണ്ടല്ലോ, മുടിയിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? മുടി നല്ലതുപോലെ സ്മൂത്ത് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് മുടി കാണുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും, മുടി ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ. മുടിയിൽ ആ ഒരു നനവുണ്ട്. മുടി ഉണങ്ങി ഫുള്ളായിട്ട് ഉണങ്ങി കഴിയുമ്പോഴുണ്ടല്ലോ ഇതിലും കൂടുതലായിട്ടുള്ളൊരു റിസൾട്ട് നമ്മുടെ മുടിയിൽ ഒറ്റ യൂസിൽ തന്നെ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിക്ക് ഉള്ളുള്ളതുപോലെ തോന്നിപ്പിക്കാനും ഒക്കെ ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നോർമലി ഉള്ള നിങ്ങളുടെ മുടിയുടെ ഡബിളായിട്ട് തോന്നിപ്പിക്കാനും ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അത്രയ്ക്കും എഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കും എന്നെ അറിയിക്കുക. മുടി കൊഴിഞ്ഞ് കഷണ്ടി ആയവരാണെന്നുണ്ടെങ്കിലും ഇത് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് 100% റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. ഇനി എൻ്റെ ഒരു പേഴ്സണൽ വ്ളോഗ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കൂ കേട്ടോ. നമ്മുടെ നെയ്തുകുട്ടനെ ഇഷ്ടപ്പെടുന്ന കുറേ പേര് നമുക്കിടയിലുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇന്ന് നെയ്തുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് പ്രമാണിച്ച് അവൻ ഡാൻസ് ചെയ്യുന്നതാണ് കേട്ടോ. മറ്റേ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ആ പാട്ട് ഡാൻസ് ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷെ ആ പാട്ട് ഇതിനകത്ത് കൊടുക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നത് കൊണ്ട് ഞാനൊരു DJ സെറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം നെയ്തുകുട്ടൻ 2020 ജനുവരി 3-ാം തീയതിയാണ് കേട്ടോ ഞാൻ അവനെ പ്രസവിച്ചത്. അപ്പോൾ ഇന്ന് അവന് 5 വയസ്സ് തികയാണ്. അപ്പോൾ ഞാൻ കരുതി കുഞ്ഞൊരു വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ
ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാ വർഷവും അമ്പലത്തിൽ പോവാറുണ്ട്. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു കൃഷ്ണഭഗവാന്റെ ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മൾ പോയത്. പാൽപ്പായസത്തിന് കൊടുത്തു, അതേപോലെ തന്നെ അവൻ്റെ പേരിൽ അർച്ചനയ്ക്കും കൊടുത്ത് തൊഴുത് നമ്മൾ വീട്ടിലോട്ട് വന്നു കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ എല്ലാ ദിവസവും വീട്ടിൽ തന്നെയാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറ്. ഭയങ്കര ഗംഭീരമായിട്ടുള്ള സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്യുക, ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, അങ്ങനെയൊക്കെ തന്നെയാണ് ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ്. പക്ഷേ ഈ വർഷം നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള സെലിബ്രേഷൻസ് ഒക്കെ ആയിരുന്നു നമ്മൾ ചെയ്തത്. ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു കേട്ടോ ഈ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നെയ്തുവിൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൈസ് ബോൾ എന്നുള്ള ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോണത്. അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക്, ആദ്യമായിട്ടാണ് ഞാൻ പോണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ ചെന്നു. അവരോട് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് കട്ടിങ് നമ്മളിവിടെ വെച്ചിട്ടാണ് ചെയ്യണത് എന്നുള്ളത് നമ്മൾ മുൻപ് തന്നെ അവരോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓൾറെഡി എനിക്കറിയാതെ തന്നെ ഫുള്ളും പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു. ഒരു 7 മണി ആയിട്ടില്ല, അപ്പോഴത്തേക്കും തന്നെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപാടെ കുറച്ച് ഫോട്ടോഷൂട്ടും അതേപോലെ തന്നെ കുറച്ച് വീഡിയോസും, നെയ്തുവിൻ്റെ കുറച്ച് വീഡിയോസും ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ മക്കൾ ഓരോ വർഷം വലുതാവും തോറും നമുക്ക് ഓർത്തെടുക്കാനും അല്ലെങ്കിൽ അവരുടെ ഓരോ കുട്ടിക്കളികൾ നമുക്ക് എപ്പോഴും എന്താ പറയുക സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അവരുടെ ആ ഒരു ഫേസ് തന്നെ മാറുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്, ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് അകത്തോട്ട് കയറുകയാണ് കേട്ടോ. അകത്തോട്ട് കയറുമ്പോൾ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമുക്ക് കാമായിട്ട് കൂളായിട്ട് വന്നിരുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടും കൂടിയാണ് കേട്ടോ. സാധാരണ നമ്മൾ മലബാറിലൊക്കെയാണ് പോകാറുള്ളത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, കേക്ക് കട്ട് ചെയ്യാനല്ല. പക്ഷെ അവിടെയൊക്കെ ഫുൾ തിരക്കായിരിക്കും കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഭയങ്കര സൈലൻ്റാണ്, ഭയങ്കര ഒരു റിലാക്സ്ഡ് ആയിരിക്കും ഈ ഒരു പ്ലേസും ഈ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം തന്നെ സൂപ്പർബാണ് കേട്ടോ. അപ്പം നമ്മൾ കേക്കൊക്കെ ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നെയ്തുക്കുട്ടൻ എൻ്റെ അടുത്ത് മുമ്പ് തന്നെ പറയായിരുന്നു, അമ്മ ഞാൻ കുട്ടിയല്ല വലുതായി, അപ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അമ്മ എൻ്റെ കയ്യിൽ പിടിക്കണ്ട, ഞാൻ തനിയെ കട്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയണടാ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ അമ്മ ജസ്റ്റ് ഒന്ന് കയ്യിൽ പിടിക്കാന്ന് ചെയ്തു, എന്നിട്ട് നീ കട്ട് ചെയ്തോ, അമ്മ വെറുതെ പിടിക്കാമെന്ന് പറയുമ്പോൾ സമ്മതിക്കുന്നതേ ഇല്ല കേട്ടോ. അവൻ തനിയെയാണ് കേക്ക് കട്ട് ചെയ്തത്. പിന്നെ ഞാൻ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കയ്യിൽ പിടിക്കണതാണ്. അങ്ങനെ നമ്മൾ അവിടെ വെച്ച് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ അടിപൊളിയായിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. മനസ്സും എന്താ പറയുക വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ആ ഒരു മൊമെൻറ്റിൽ ഉണ്ടായിരുന്നത്. കാരണം ഇതുവരെയും ഇതിൻ്റെ ബർത്ത്ഡേ ഞാനിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല, ഇങ്ങനെയൊന്നും ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിലാണല്ലോ സാധാരണ. അപ്പോൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഭയങ്കര ഒരു മനസ്സിനൊരു വല്ലാത്തൊരു മനസ്സ് നിറഞ്ഞൊരു സമാധാനവും സന്തോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഇതിന് വലിയ പൈസ മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് നോക്കൂ. നല്ല ഒരു ഡിഫറെൻ്റ് ആയിരിക്കും അത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടെയുള്ള സ്റ്റാഫ്സിനൊക്കെ നമ്മൾ കേക്ക് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോഴും നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് തന്നെ ആയിരുന്നു. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടിയിലോട്ട് കിടക്കുകയാണ് കേട്ടോ. ഫുഡ് അടി തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു മട്ടൺ സൂപ്പ്, വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ആദ്യം ഫുഡ് കഴിക്കുന്നതിന് മുൻപായിട്ട് ഒരു സൂപ്പ് കഴിക്കുന്നത് നല്ലതാണ്. ഒരു മട്ടൺ സൂപ്പായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കുരുമുളകൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ള സൂപ്പ് തന്നെയായിരുന്നു. പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നെയ്തുക്കുട്ടനാണെന്നുണ്ടെങ്കിൽ റൈസ് ഒന്നും കഴിച്ചതേ ഇല്ല, അവന് അൽഫാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ നാളുകളായി നമ്മളത് കൊടുത്തിട്ട് എപ്പോഴും നമ്മളങ്ങനെ കൊടുക്കണത് നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ച് അവനിപ്പോൾ കൊടുക്കുന്നതേ ഇല്ല. അപ്പോൾ അവൻ്റെ ദിവസമാണല്ലോ ഇന്ന്. അപ്പോൾ അൽഫാം മാത്രമാണ് കേട്ടോ അവൻ ഇന്ന് കഴിച്ചത്. 2 പീസോളം കഴിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ അത് തന്നെ അവന് ധാരാളമാണ്. പിന്നെ ഞാനും അവൻ്റെ നിന്ന് കുറച്ച് എടുത്ത് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഒരു പീസ് അൽഫാം കഴിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ എപ്പോഴും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ അൽഫാമൊക്കെ കഴിച്ചു. റൈസ്, ബിരിയാണി എന്തൊക്കെയോ ഓർഡർ ചെയ്തു. എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. ബിരിയാണിയിൽ തന്നെ വെറൈറ്റീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചിക്കൻ, ഫിഷ്, അങ്ങനെ കേട്ടോ. പിന്നെ അവസാനം നെയ്തു ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് ഓർത്ത് അവന്
എന്താ ഒരു ഓറഞ്ച് ജ്യൂസും കൂടെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനതൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അവിടുത്തെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഒരുപാട് സമയമായി കേട്ടോ തിരിച്ച് വീട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു ദിവസം തന്നെ ആയിരുന്നു ഇത്. അപ്പോൾ ഞാൻ എൻ്റെ സന്തോഷം എൻ്റെ നെയ്തുക്കുട്ടനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതേപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.